ചേരുന്നു ഈ വാർത്താ പ്രഭാതം. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അർജുൻ മട്ടന്നൂർ പറയായിരുന്നു വി വിൽ മിസ് രാത്രയം എന്ന് പറയുന്നു. രാജീവ്, രാജേഷ് ആൻഡ് രാജൻ, ഈ മൂന്ന് പേരും നമുക്കൊപ്പം പ്രഭാത പരിപാടിക്ക് ഒപ്പം നടക്കാനിറങ്ങും. നാളെ മുതൽ നിങ്ങൾക്ക് ഈ നടത്തവും ഈ വലിയ ആൾക്കൂട്ടവും ഒക്കെ രാവിലെ മിസ്സാവാൻ സാധ്യതയുണ്ട്. നടത്തം മിസ്സാവില്ല. ഇപ്പൊ ചിലര് പറയുന്നത് ഇപ്പൊ രാവിലെ ചില ആളുകൾക്ക് ഇത് കണ്ടാലേ നടക്കാൻ പറ്റും. മാത്രമല്ല മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ വീട്ടിൽ നിന്ന് ബൈറ്റ് കൊടുക്കും, നമുക്ക് നടന്നുകൊണ്ട് ബൈറ്റ് വരാം എന്നാണ് പറഞ്ഞതെന്നാ പറയുന്നത്. താങ്ക് യു. രാവിലെ NDTV വന്നപ്പോഴാണ് ഈ വാക്ക് വിത്ത് എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങിയതാണ്. ശേഖർ ഗുപ്ത തുടങ്ങിയത്. വാക്ക് വിത്ത് റിപ്പോർട്ടർ നടക്കുന്നു, ഒപ്പം തന്നെ അഭിമുഖം ഉണ്ടാവുന്നു. നമുക്ക് ആ ചായക്കടയിലേക്ക് പോയി ഇന്നത്തെ പത്രം കൂടി നമുക്കൊന്ന് നോക്കി പോകാം. കാരണം ഇനി അധികം മിനിസ്റ്റർ അധികം കിട്ടുമെന്ന് തോന്നുന്നില്ല. രാവിലെ ഈ യാത്രയ്ക്കൊപ്പം യാത്ര ഇന്ന് തീരുകയാണ്. ഇനി ചെറിയ രണ്ട് സദസ്സുകൾ മാത്രമാണുള്ളത്, 1ഉം 2ഉം തീയതികളിൽ എറണാകുളത്ത്. യാത്ര പൂർണ്ണമായി തീരുമ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും ഭയക്കുന്നത് ഈ നഗരത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പലതരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഞങ്ങൾക്ക് തന്നെ പ്രതിഷേധം പലയിടങ്ങളിലും പ്ലാൻ ചെയ്തു എന്ന് തന്നെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. DGP ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന മാർച്ചാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് ഇത് സംഘർഷഭരിതമാക്കി ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ മാറ്റണം എന്നൊരു തീരുമാനം പ്രതിപക്ഷത്തിനുള്ളതായി തോന്നുന്നുണ്ട്. പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പരിഹാസ്യമാവുകയും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അവരും കൂടി പങ്കെടുക്കേണ്ട പരിപാടിയാണ്. ഇപ്പൊ നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാവിലത്തെ പ്രഭാത യോഗത്തിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് ചില പരിഹരിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഒരു ചായ ആവാലോ അല്ലേ? മധുരം ഉള്ളതോ മധുരം ഇല്ലാത്തതോ? ചെറിയ മധുരം മതി. ചെറിയ മധുരം, മോഡറേറ്റ് ആണ് എപ്പോഴും. അപ്പോ ഒരു മീഡിയം ചായ, ഒപ്പം ഒരു മലയാള മനോരമ പത്രവും മാതൃഭൂമി. രണ്ടും കൂടി ഒരുമിച്ച് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ദേശാഭിമാനി കൂടി ഒരു ബാലൻസിങ് ആവും. മാതൃഭൂമി പത്രം കൂടി ഒരെണ്ണം കൂടി. അപ്പോ പറഞ്ഞോളൂ മിനിസ്റ്റർ, പറഞ്ഞു. അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമസ്കാരം. രാവിലെ ചായ കുടിക്കാൻ വന്നു. അതെ, ഇതൊരു അപൂർവമായ കാഴ്ചയാണ്. മിസ്റ്റർ പി രാജീവ് ആൻഡ് ചിരയാൻ ഫിലിപ്പ് പഴയ സുഹൃത്തുക്കളല്ലേ? പഴയ സുഹൃത്തുക്കളാണ്. പഴയ സുഹൃത്തുക്കളാണോ? പഴയ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളല്ലേ? ഇപ്പോൾ സുഹൃത്താണ്. സംശയം എന്താ? സുഹൃത്തിനെ പഴകലില്ലല്ലോ. സുഹൃത്ത് എന്നും സുഹൃത്തല്ലേ? സുഹൃത്ത് എപ്പോഴും സുഹൃത്താണ്. ഹാപ്പിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒക്കെ വളർച്ച കുട്ടിക്കാലം മുതൽ നോക്കിക്കണ്ട ഒരാളാണ്. അതെ, ഓക്കെ. ഇദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ ജന്മ സെന്ററിൽ താമസിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നമ്മളെ കൂട്ടിക്കൊണ്ട് നടന്ന ഒരാളാണ്. നിങ്ങൾ നവകേരള സദസ്സിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. നോ പൊളിറ്റിക്കൽ കമന്റ്സ്. രാവിലെ ചായക്ക് പോയില്ല. പ്രഭാത സവാരി സന്തോഷകരമാവട്ടെ. അതെ, ഓക്കെ ഓക്കെ മിനിസ്റ്റർ. അപ്പോ നമ്മൾ ചായ കുടിക്കുന്നതിനോടൊപ്പം ഇന്നിപ്പോ മിനിസ്റ്റർ പറഞ്ഞു വന്ന് തീർക്കാം. അല്ല, അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അല്ല, നിങ്ങളകത്ത് മാധ്യമങ്ങൾ അതില്ലല്ലോ. ഞാൻ പല പ്രശ്നങ്ങളും ഇത് വളരെ ഏറ്റവും നല്ല കാര്യമാണ് ഇങ്ങനെ വന്നത്. നമുക്ക് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അതിന് ഏറ്റവും നല്ലത് ഡയലോഗാണ്. അതിന് ഏറ്റവും നല്ല രൂപമാണ് സർക്കാർ ഇപ്പൊ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുവരെ പ്രഭാത സദസ്സിൽ കാണാത്തൊരു കാഴ്ച അങ്ങനെ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രത്യേകിച്ചും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും നമുക്കറിയാലോ, കരുതി വെച്ചിരുന്ന ഒരു ഷോൾ എടുത്ത് മുഖ്യമന്ത്രിയെ പ്രത്യേകം ഞാൻ ആദരിക്കുകയാണ് ഈ മുൻകൈ എടുത്തേനെന്ന് പറഞ്ഞ അദ്ദേഹം ആ ഷോൾ അദ്ദേഹത്തെ അണിയിക്കേണ്ടത്. സാധാരണ പ്രഭാത യോഗങ്ങളിൽ ചെറുതായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയും ബാക്കിയല്ലേ റിപ്പോർട്ടറിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റിപ്പോർട്ടർ അത് ഇവിടെ തലസ്ഥാന നഗരിയിൽ എത്തിയപ്പോ ചായക്കടക്കാർ അളവ് കുറച്ചതാ. എല്ലാം പിടിച്ചാണല്ലോ തലസ്ഥാന നഗരിയിൽ, കണക്കുണ്ടാവും. അപ്പൊ അദ്ദേഹം അത് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളും ബോധപൂർവം കലാപങ്ങളൊക്കെ ഉണ്ടാക്കി നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളെ അകറ്റാൻ ശ്രമിക്കുമ്പോഴും അവരിതൊന്നും വകവയ്ക്കുന്നില്ല. അതായത് അവരുടെ പരിപാടിയാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഈ യാത്രയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഇതിൽ നിന്ന് വിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ സങ്കുചിതമായ രാഷ്ട്രീയമില്ലാതെ അതിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളല്ലാതെ വേറെ ആരും വിട്ടു നിന്നിട്ടില്ല. എല്ലാവരും കൂടുതൽ വരികയാണ് ചെയ്തത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പാറശാലയായിരുന്നല്ലോ. നിങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ല. പാറശാല അത്ഭുതപ്പെടുന്ന കാഴ്ചയായിരുന്നല്ലോ. അത്രയും വലിയ മൈതാനമായിട്ടും ഏകദേശം അത്രയും ആളുകൾ പുറകെ നിൽക്കുന്നൊരു അത്ഭുതകരമായ കാഴ്ചയാണ് പാറശാലയിൽ ഉണ്ടായത്. അപ്പൊ എല്ലായിടത്തും നല്ല തോതിൽ ജനങ്ങൾ വരുന്നു, വലിയ തോതിൽ ജനപങ്കാളിത്തം വരുന്നു. അപ്പൊ നവകേരള സദസ്സ് എന്താണോ വിഭാവനം ചെയ്തത് അത് ശരിയായ രൂപത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇവരെ വിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവരൊരു അവസരം കളഞ്ഞു ഇതിൽ പങ്കെടുക്കാൻ പറ്റും. അതായത് നവകേരള സദസ്സിലെ വലിയ ആൾക്കൂട്ടം വിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തെ എന്ന് മാത്രമല്ല അവരൊരു അവസരം നഷ്ടപ്പെടുത്തി അപക്വമായ തീരുമാനത്തിലൂടെ. അവര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നിങ്ങളൊരു പറവൂർ മണ്ഡലം നോക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഹരിപ്പാട്, അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലം, അത് നിങ്ങൾ തന്നെ ഇപ്പൊ എല്ലാം ലൈവ് കാണിക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ കാണിക്കുള്ളൂ. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ലൈവ് ആയിരിക്കില്ലേ, ലോകം മുഴുവൻ കാണുമല്ലോ ഈ സംവാദം. ഇപ്പൊ ഞങ്ങളെ തുറന്ന് കാണിക്കണമെങ്കിൽ ഇതിനേക്കാൾ നല്ല അവസരം അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ മറുപടിയും പറയും സ്വാഭാവികമായിട്ടും.
അപ്പൊ അത് ചിലപ്പോൾ അവർ ഭയപ്പെടുന്നുണ്ടാകാം, പക്ഷെ അത് കാണിക്കേണ്ടതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തി. പിന്നെ നോക്കൂ, മുസ്ലിം ലീഗ് ആദ്യം തന്നെ പറഞ്ഞു മലപ്പുറത്ത് പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ സമ്മർദ്ദം വന്നപ്പോഴാണ് ഇവിടെ ഉണ്ടാവുമെന്ന് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരിടത്തും മുസ്ലിം ലീഗിനെ കണ്ടോ? പ്രതിഷേധങ്ങളിൽ ഒരിടത്തുമില്ല. ഇനി വേണമെങ്കിൽ ഒരു പറയും ഞങ്ങൾ അടി കൊണ്ടിട്ടും നിങ്ങൾ ഈ കെട്ടുറപ്പ് സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ച് വേണമെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കിച്ചെന്ന് വരാം. അപ്പൊ അവര് മനസ്സുകൊണ്ട് നവകേരള സദസ്സിനൊപ്പത്ത് വന്നിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഈ നിലപാട് അവരെടുത്തുകൊണ്ട് ഒരു പ്രത്യേക സമീപനം തുടരേണ്ടി വരുന്നു. അപ്പൊ അവർക്കിടയിൽ പോലും അവരുടെ നിലപാട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പാർട്ടിക്കകത്തും ഇപ്പൊ പറവൂര് തന്നെ സ്വാഭാവികമായിട്ട് തീരുമാനം വന്ന് അറിയിച്ചു കഴിഞ്ഞാൽ എടുക്കണല്ലോ. അവര് പക്ഷെ എതിരായ തീരുമാനം എടുത്തേ. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നഗരസഭ അധ്യക്ഷയോട് നടപടി എടുക്കുമെന്ന് പറയേണ്ടി വന്ന എത്ര ലജ്ജാകരമായ ഒരു സാഹചര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ വിപുലപ്പെടുത്താൻ തങ്ങളിൽക്കുള്ളൊരു സാധ്യതയെ ഇവർ തച്ചുടയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ജനങ്ങൾ ചോദിക്കണം, ഇനി ഇവരെ എതിർക്കട്ടെ, ഇവർക്ക് ഇതിന്റെ അകത്തേക്ക് പോയി ഇവർ പ്രതിഷേധം കാണിക്കണം എന്ത് കാര്യത്തിനാ? കാരണം ഇതിന് ഏതെങ്കിലും മുദ്രാവാക്യങ്ങളുടെ എതിർപ്പുണ്ടോ? ഏതെങ്കിലും നടപടിയുടെ എതിർപ്പുണ്ടോ? അവർ ഏതെങ്കിലും പ്രകടമായി ബഹിഷ്കരണം എന്ന അപ്പുറത്തേക്ക് കരിങ്കൊടി പ്രകടനം എന്നൊന്നും പ്രഖ്യാപിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ അവര് വളരെ പരിഹാസ്യമാകും വിധം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഇനിയിപ്പോ ഒരു കലാപകം സൃഷ്ടിച്ച് അങ്ങനെയെങ്കിലും വാർത്തയ്ക്ക് പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോ ഞാൻ മനോരമ പത്രം രാവിലെ നോക്കിയപ്പോ ആ പത്രത്തിന്റെ ഉൾപേജില് പ്രധാനമായിട്ടും ഇന്ന് മനോരമയും മാതൃവും രണ്ട് പത്രങ്ങളും ഈ പത്മശ്രീ വഴിയിൽ ഉപേക്ഷിച്ച ബജ്രംഗ് പുനിയുടെ ചിത്രവും വാർത്തയുമാണ് ലീഡാക്കിയിരിക്കുന്നത്. അതിൽ ഉൾപേജിലേക്ക് വരുമ്പോൾ അതിൽ രണ്ട് ദൃശ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിലൊന്ന് ഈ താണ്ഡവം എന്നതാണ്, പോലീസിന്റെയും ഭരണ പാർട്ടിക്കാരുടെയും താണ്ഡവം എന്നാണ് മനോരമ പത്രം ആദ്യത്തെ കവർ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. കാട്ടാക്കടയിലാണ് ഇടിച്ചിട്ട് പോലീസ് വണ്ടി, അടിച്ചിട്ട് പാർട്ടിപ്പട. ഒന്ന് ചാലക്കുടിയിൽ നടന്ന സംഭവം, ഡിവൈഎഫ്ഐ നേതാവ് ഈ പോലീസ് ജീപ്പ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. മറുഭാഗത്ത് ഈ കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിലൂടെ പൈലറ്റ് വാഹനം പോയി. താങ്കൾ ആ സമയത്ത് ആ വാഹനം പോയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിലിപ്പോ ചിലയിടങ്ങളിൽ ഞങ്ങൾ ചില കരിങ്കൊടി കാണാറുണ്ടല്ലോ, അപ്പൊ ഞങ്ങളും കൈവീശി കാണിക്കാറുണ്ട്. ഇപ്പൊ കാണുന്നത് ഈ കരിങ്കൊടി കെട്ടുന്നത് പ്രത്യേക ഒരു സംവിധാനത്തിലാണ്. നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇതുപോലത്തുള്ള സംവിധാനങ്ങളിലൊക്കെയാണ് കരിങ്കൊടി കെട്ടിക്കാണുന്നത്. അപ്പൊ കരിങ്കൊടി പ്രകടനം അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഒരാൾ വണ്ടിയുടെ, നിങ്ങളുടെ വിഷയം നോക്കുകയാണെങ്കിൽ വാഹനത്തിന് മുൻപിലെ പൈലറ്റിന്റെ മുമ്പിലേക്ക് ഒരാൾ ഓടിക്കയറുന്നുണ്ട്. അപ്പൊ സുധാകരൻ പറഞ്ഞതുണ്ട് ഒരാളെങ്കിലും ചാടി നിങ്ങളെ രക്ഷപ്പെടുത്തണേ. ശ്രീ സുധാകരൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞത് ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു ജീവൻ രക്ഷാ പ്രവർത്തനമാണോ അല്ലയോ എന്നുള്ളത്. സുധാകരൻ അത് പൂരിപ്പിച്ചു. അതായത് പ്രവർത്തകരെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തുചാടാൻ പ്രേരിപ്പിക്കുകയാണ് എന്നാണോ? അല്ല, സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ അരുൺ ശ്രദ്ധിച്ചില്ലേ? സുധാകരൻ പറഞ്ഞത് എന്താ? വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി ആർക്കെ നഷ്ടം ഉണ്ടാകുന്നത്? അവർക്കല്ലേ കുഴപ്പം. നിങ്ങൾ എന്തിനാ തടയണത്? നിങ്ങളുടെ ജോലി അതാണോ? പക്ഷെ അപ്പോഴും ഈ എന്റെ ചോദ്യം, ഇന്നിപ്പോ ഈ എല്ലാ ദിവസങ്ങളിലും പത്രങ്ങളിൽ ഈ അക്രമത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസിന്റെയും ഭരണപാർട്ടിക്കാരുടെയും താണ്ഡവം ഈ പേജിൽ നവകേരള സദസ്സ് മൂന്ന് കോളം വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ വാർത്തയുടെ ഫോക്കസ് വരും ഈ നവകേരള സദസ്സ് സമാപിക്കുമ്പോഴേക്കും സംഘർഷത്തിന്റെ വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. അല്ല, മനോരമയുടെ ഫോക്കസ് എന്നും അതാണല്ലോ. അത് പ്രത്യേകം പറയേണ്ടത് അതിന്റെ ചരിത്രമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണല്ലോ. വസ്തുതകളൊന്നും അല്ലല്ലോ. ഇപ്പൊ ഒരു രസകരമായ ഞാൻ നോക്കിയപ്പോ നിങ്ങൾ മാധ്യമ പ്രവർത്തനങ്ങളെ പിന്തുടരുന്ന ഒരാളായോണ്ട് ഒരു ദിവസം ഞാൻ നോക്കിയത് ഗവർണർക്ക് പ്രോട്ടോകോൾ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തർക്കിട്ട്. അതിന് മുമ്പ് എന്ത് പറഞ്ഞു? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ എന്താണ് ബ്ലൂ ബുക്ക് പറയുന്നത്? വാഹനത്തിൽ തന്നെ ഉണ്ടാവണം, ഇറങ്ങാൻ പാടില്ല, ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർക്ക് പ്രോട്ടോകോൾ ഇല്ല. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ടീവ്സിന് പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട്. സെക്യൂരിറ്റി പറയാതെ വേറെ വഴി എടുക്കാൻ പാടില്ല, അവര് വേറെ വഴി പോകണം നിർബന്ധിക്കാൻ പാടില്ല, ഇതെല്ലാം ഉണ്ട്. ഇത് മനോരമയെ പോലെ ഇത്ര പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന പത്രത്തിന് അറിയാത്തതല്ല. അവർക്ക് ആവശ്യമായത് അവർ കാണുള്ളൂ. അത് എപ്പോഴും അവരുടെ ഒരു അത് ശരിയാണ്. പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന ചില ഭരണപക്ഷത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാവാം, പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഈ ഒരു വാർത്തയുടെ വിഷ്വലിലേക്ക് ഈ സംഘർഷം വന്ന് കയറുന്നത് നേരത്തെ ശ്രദ്ധിച്ചിരുന്നില്ലേ? കാരണം നമ്മൾ നേരത്തെ ജീവൻ രക്ഷാ ദൗത്യം എന്നൊക്കെ പറയുമ്പോഴും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങനൊരു അക്രമം നടത്തിയാൽ അത് ഈ ക്യാമറ കണ്ണിൽ പെടും. കാര്യം കരിങ്കുടി കാണിക്കാൻ പോകുമ്പോൾ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിച്ചായിരിക്കുമല്ലോ ഇവർ പോവുക, അവിടേക്കാണ് അവിടെ എത്തുക. അപ്പോൾ ആ സംഘർഷത്തിന്റെ വിഷ്വൽസ് ഒരു ട്രാപ്പായി തീർന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അതില്ല, അത് ജനങ്ങൾ അറിയില്ല. ഇവരെന്തിനു പോണേ? ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താ? അപ്പൊ എന്നോട് നല്ല പ്രായമായ ആള് ചോദിച്ചു, ഇവരെന്തിനു ഇതിന്റെ മുമ്പിലേക്ക് എടുത്ത് പോണത്? എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ പോണത്? ഇവരിതിനകത്ത് തർക്കിക്കേണ്ട കാര്യം എന്താ? അവര് നവകേരള സദസ്സ് ഗവൺമെന്റ് നടത്തുന്നു, അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിക്കും. മുമ്പിലേക്ക് എടുത്ത് ചാടേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നതാണ്. ഇവരെന്തിനാ അതിന്റെ പുറകെ പോണത്? അവർ പങ്കെടുക്കണ്ടേ പങ്കെടുക്കണ്ട, ഇതിന്റെ പൊതുവെ ജനങ്ങൾക്കിടയിലുള്ള
പൂർവ്വ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ഇപ്പോ നിർമ്മിതികൾ വരുന്നുണ്ടല്ലോ. പോലീസിന്റെയും ഭരണ പാർട്ടിക്കാരുടെയും തണ്ടവം. ഭരണ പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ 10,000-കണക്കിന് ആളുകളല്ലേ വരുന്നത്. ഇവര് 5-6 പേരുടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യത്തിൽ സമരത്തിന് 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന്, എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന കാര്യം കൊണ്ട് നവകേരള സദസ്സിനെതിരെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ഏതാ രൂപം? ബഹിഷ്കരണം അവർ പറഞ്ഞ രൂപം കരിങ്കുടി പറഞ്ഞിട്ടുണ്ടോ? മറ്റു പ്രകടനം ഇല്ല. പിന്നെ എപ്പോ ഈ സമരം എടുത്തു? ഇപ്പൊ SFI കുട്ടികളാണെങ്കിൽ അവർ നടത്തിയ സമരം നോക്കൂ. അവർ പ്രഖ്യാപിച്ചു, അവര് വിദ്യാർത്ഥി സമൂഹത്തെ അണിനിരത്തി അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതാണല്ലോ അവർ ചെയ്തത്. അല്ലാതെ അവർ രഹസ്യമായിട്ട് ഞങ്ങൾ ഒന്നും പറയാതെ ഒരു ദിവസം എടുത്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പൊ ഏതിലെ തർക്കമുള്ളത്, ഏത് പ്രശ്നത്തിലാണുള്ളത്? ഇതിലൊരു നരേറ്റീവ് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പൊ മറിയക്കുട്ടി ചേച്ചി ചേട്ടത്തിയുടെ കേസ് ഹൈക്കോടതിയിലെത്തുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഒരു വലിയ നിരീക്ഷണം ഉണ്ടാവുന്നു. ആ നിരീക്ഷണം സർക്കാരിനെതിരെന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു. മറുഭാഗത്ത് സംഘർഷത്തിന്റെ വിഷ്വൽസ് നിൽക്കുന്നു, പരിക്കേറ്റവരെയും കൊണ്ടുപോകുന്നു. അപ്പോൾ നവകേരള സദസ്സ് എന്നുള്ളത് മാധ്യമങ്ങളിൽ ഉണ്ടാകരുത് എന്നൊരു നരേറ്റീവാണ് രൂപപ്പെടുന്നത്. അതിൽ അക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് സർക്കാരിന് സംഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പം മറിയച്ചേട്ടത്തിയെ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഒരു നിർമ്മിതി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പാർലമെന്റിലുള്ളപ്പോ അന്നൊരു ബില്ല് വന്നിരുന്നു. അത് ഞങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ വന്ന് പിന്നെ പാസ്സായി പോയില്ല, തുടർന്നില്ല. ഓപ്പൺ കോർട്ടിൽ എന്തെല്ലാം റിമാർക്സ് നടത്താം, അവ സംബന്ധിച്ചായിരുന്നു പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ല് എന്നുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ നടത്താം. ഇപ്പോ എന്തുകൊണ്ട് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു? പെൻഷൻ കൃത്യമായി കൊടുക്കണമെങ്കിൽ അതിന്റെ പരിമിതി മനസ്സിലായി കേന്ദ്ര ഗവൺമെന്റ് പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനുവേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു. ഈ പെൻഷൻ എല്ലാ പെൻഷനും കൈകാര്യം ചെയ്യാൻ ആ കമ്പനി രൂപീകരിച്ചപ്പോ അതിന്റെ വായ്പ ഗവൺമെന്റ് വായ്പയായിട്ട് പരിഗണിക്കുന്ന സാഹചര്യം വന്നു. അത് വായ്പ എടുക്കാൻ പറ്റുന്നില്ല. ഈ വിധവ പെൻഷനെല്ലാം പറഞ്ഞ പൊതുവെ പെൻഷനുകളെ സംബന്ധിച്ചാണ്. അപ്പൊ അത് ഞങ്ങൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ പെൻഷനുകളും കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തെ വായ്പ എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച ഒരു സാഹചര്യം രാജ്യത്തെ അപ്പെക്സ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഹൈക്കോടതി പിന്നെ അതിന് നിലപാടെടുക്കാൻ പാടില്ല, അവിടെ സെറ്റിൽ ചെയ്യണ ഇഷ്യൂ. അതൊരു സാധാരണ പ്രാഥമിക തത്വമാണ്. കോടതിയുടെ ഒരു നിയമപരമായ നിരീക്ഷണം എന്നതിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷണമായി മാറും എന്ന് ഞാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു കേസിൽ പറഞ്ഞില്ല, ഞങ്ങൾ മെറിറ്റ് കിടക്കുന്നില്ല. ഒരു സിംഗിൾ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ വിഷയത്തിൽ മറ്റൊരു സിംഗിൾ ബെഞ്ച് ഉത്തരവിടുന്നത് അത് പ്രാഥമിക തത്വമാണ്. അത് ഡിവിഷൻ ബെഞ്ച് പറയേണ്ടി വന്നു കേരള ഹൈക്കോടതി. അപ്പൊ ഇതിനകത്തും ഇതൊരു സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് അവിടെ ഫയലിലാണ്. അപ്പൊ ആ ഘട്ടത്തിൽ സാധാരണഗതിയിൽ കൃത്യമായി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നത് ഇവർക്ക് വായ്പ ഇവരുടെ ജീവൻ നിലനിർത്താനുള്ളതാണ്. വായ്പ എടുക്കാനായിട്ട് ഇപ്പൊ സംസ്ഥാനത്തിന്റെ കടപ്പെടുത്താതെ തന്നെ വായ്പ എടുക്കാനുള്ള ആവശ്യം അംഗീകരിക്കണം എന്ന് പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നത്? ഇപ്പോ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് നിങ്ങൾ നോക്കും. അതായത് വാർത്താ തലക്കെട്ടുകളിൽ നിറയാൻ വേണ്ടി മാത്രം നിരീക്ഷണം നടത്തുന്നു എന്ന് ഇന്നിപ്പോ ഞാനൊരു നിയമമന്ത്രി എന്നല്ലേ പറഞ്ഞത്, ഓരോ ജനങ്ങൾ വിലയിരുത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ. നമ്മൾ ഓരോ സംവിധാനങ്ങളും അതിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. റിസർവ് ബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് ഞാൻ ഉള്ള പേജുകളുടെ റിപ്പോർട്ടാണ്. ഞാൻ ആ റിപ്പോർട്ട് ഒന്ന് ഓടിച്ചു നോക്കി. ഈ യാത്രക്കിടയിലാണല്ലോ നമ്മൾ. അതിൽ കണ്ടൊരു പ്രധാനപ്പെട്ടത് ഒരു 73% കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഇന്റേണൽ റിസോഴ്സസ് ആണ്. UP ഒക്കെ 50-52 ആണ്. അപ്പൊ കേരളം നേരത്തെ 48-52 ആയിരുന്നു. 52 നമ്മുടെയും 48 ഇവിടുന്ന് കൊണ്ടുപോയതിന്റെയൊക്കെ ഗ്രാൻഡും നികുതി വിഹിതവും ഒക്കെ ആയിട്ട് തിരിച്ചു പോകുന്നതായിരുന്നു. ഇപ്പൊ അത് നമ്മുടെ 73 വെക്കുമ്പോ അപ്പുറത്ത് വളരെ ചുരുങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മുടേതായിട്ടുള്ളൊരു എക്കണോമിയിലേക്ക് നമ്മൾ വളരുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചു കാലം കൂടി കേന്ദ്ര സഹായം പൂർണ്ണമായി നമുക്ക് കിട്ടണം. കേന്ദ്രത്തിന്റെ സഹായം അല്ലത്, നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ വിഹിതമാണ്. ആ വിഹിതം ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് GST വന്നതോടുകൂടി ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഞാൻ ഓർക്കുന്നത് സെയിൽ ടാക്സിനെ കുറിച്ചൊരു ക്യാപ്പ് വേണമെന്നൊരു ചർച്ച വന്നു. സ്റ്റേറ്റിന് ഒരു പരിധി നിശ്ചയിക്കണം. അപ്പൊ അംബേദ്കർ അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞൊരു ഭാഗം, ഇപ്പൊ തന്നെ നമ്മളെല്ലാം ക്യാമ്പറെടുത്തിരിക്കുകയാണ് നികുതി അവകാശങ്ങൾ. ഇനി ഒരു പരിധി കൂടി നിശ്ചയിക്കുക, പിന്നെ എല്ലാം ക്യാമ്പറമാനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് അത് തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നെ വാറ്റ് വന്നു, GST വന്നു. ഇപ്പോ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം ഒരു രാജ്യം ഒരു നികുതി എന്നൊക്കെ ഉള്ളത് ആഗോളവൽക്കരണ സമയത്ത് വന്ന മുദ്രാവാക്യം. അമേരിക്കയിൽ ഇതൊരു വാറ്റില്ല, GST ഇല്ല. കാരണം ഫെഡറൽ സംവിധാനങ്ങളാണ്, ഒരു സംസ്ഥാനവും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സംസ്ഥാനത്തിന് ഇപ്പോ അർഹമായത് തുടരുന്നില്ല എന്ന് മാത്രമല്ല,
നമ്മുടേത് വല്ലാതെ ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ഇത് ഗൗരവമായി കേരള പ്രശ്നമാണ്. ഇത് കേരളം ചർച്ച ചെയ്യേണ്ട, ഞാൻ മനസ്സിലാക്കി നവകേരള സദസ്സിന്റെ കോമൺ ത്രെഡ് എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തിന് കൊടുക്കുന്ന ധനസഹായവും നികുതി വിഹിതവും വെട്ടിക്കുറയ്ക്കുന്നു, അതനുസരിച്ചിട്ടുള്ള ഒരു ഫിസ്ക്കൽ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് നവകേരള സദസ്സും സർക്കാരും കരുതി നവകേരള സദസ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ അതിന് ചുറ്റും നിൽക്കുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ടോ? മാധ്യമങ്ങളുടെ രീതി കൂടിയാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നെഗറ്റീവും പോസിറ്റീവും വരുന്നുണ്ടായിരിക്കും. മാധ്യമം എന്ന നിലയിൽ ഇപ്പോ നിങ്ങൾ 140 മണ്ഡലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളും ഗവൺമെന്റിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. 1400 വിഷയങ്ങളാണ്. അങ്ങനെ കൺസ്ട്രക്റ്റീവായ രീതികൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താണ് ചർച്ച, ഒരു ദിവസം ഞാൻ തന്നെ ചാനൽ 3 ദിവസം ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞത് എവിടെ നിന്നും പഠിച്ചത്? നമ്മൾ ഈ മാധ്യമ ചിലപ്പോൾ ആ ചോദ്യമായിരിക്കും നമ്മൾ ചോദിക്കാൻ മനസ്സിൽ കാണുക, പക്ഷെ അതിലേക്ക് പല വഴികളുണ്ടാവുമല്ലോ റിപ്പോർട്ടർമാർക്ക്. ഒരു തന്ത്രപരമായിട്ട് അതിലേക്ക് ഒരാൾ എത്തിക്കലാണല്ലോ ആ ചോദ്യത്തിലേക്ക്. വരുമ്പോ തന്നെ വെട്ടുന്ന മുറി 2 നിലയിൽ മനസ്സിൽ കണ്ട ചോദ്യമല്ലോ ചോദിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ തന്നെ ചോദിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താ? ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ പ്രശ്നം, നേരത്തെ അവർക്ക് വ്യത്യസ്ത നിലപാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോ അത് വല്ലാതെ കേന്ദ്രീകരിക്കുമ്പോൾ കോൺഗ്രസ് അതിനെതിരാണ് ദേശീയ തലത്തിൽ. 2, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോ യൂണിവേഴ്സിറ്റികൾ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണവും ചരിത്രത്തിന്റെ നിരാസം, ഇത് വളരെ ഗൗരവമായ പ്രശ്നമായി കോൺഗ്രസും ഉയർത്തിയിട്ടുണ്ട് ദേശീയ തലത്തിൽ. ഈ 2 പ്രശ്നങ്ങൾ ഇവിടെ നവകേരള സദസ്സിന്റെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ഒന്ന് ഗവർണർ വഴിയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ചാൻസലർ എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഗവർണർ ഇപ്പൊ പ്രവർത്തിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും. കാരണം യൂണിവേഴ്സിറ്റി ചാൻസലർ മറ്റൊരാളായിരിക്കണം ഒരു ബില്ല് പാസ്സായി. സാധാരണഗതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കോടതി റദ്ദാക്കിയാലും പഴയ ബില്ല് നിൽക്കില്ല, അറിയാലോ. ശരിക്കും കാവൽ ചാൻസലറാണ്. അല്ല, ഞാൻ നേരത്തെ അരുൺ ചോദിച്ചപ്പോൾ ഞാൻ തിരുത്തി, അത് കാവലെന്ന് പറയാൻ പറ്റില്ല, അത് കടിച്ചു തൂങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒപ്പിടാത്തോണ്ടാ. പക്ഷെ അത് നിങ്ങൾ പിന്നെ 2 വർഷം ഒരു സമയം കഴിഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ട് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു. ഇപ്പൊ രാഷ്ട്രപതി അതുമൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ തുടരണോ വേണ്ടയോ എന്നതിന് ഉത്തരം വരുള്ളൂ. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യണം? ആ തീരുമാനം വരുന്നവരെ കാത്തു നിൽക്കണം. അതൊരു പ്രാഥമികമായ മര്യാദയാണ്, ധാർമ്മികത എന്ന് പോലും പറയേണ്ട മര്യാദയാണ്. ഇപ്പൊ ഗവർണർ എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതിയെ പോലും യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നിയമം അംഗീകരിക്കുന്നില്ലയോ, ഇതാണ് പ്രധാനം. പാസ്സാക്കിയിട്ട് ഇപ്പൊ കുറച്ച് മാസങ്ങളായില്ലേ. അതിനുശേഷമുള്ള കാലം കാവൽ മന്ത്രിസഭയുടെ പോലും ഇതിലല്ല നിൽക്കുന്നത്. അതായത് ഇപ്പം ഈ പോയിന്റിലാണോ സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തെഴുതുന്നത്, ഗവർണറെ രാഷ്ട്രപതിക്ക് കത്തെഴുതുന്നത്? ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഗവർണർ നിറവേറ്റുന്നില്ല. ഇത് ഭരണഘടനാപരമല്ല, ഞാൻ പറഞ്ഞല്ലോ. ഈ ഭാഗം ഭരണഘടനാപരമാണ്. ഗവർണർ അതിനകത്ത് ചാൻസലർ എന്ന പദവി ബില്ലിന്റെ കാര്യമാണ്. ബില്ലിന്റെ കാര്യത്തിൽ അതും ഒരു പ്രശ്നം തന്നെയാണ്. യഥാർത്ഥത്തിൽ തിരിച്ചു വിളിക്കണമെന്നാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതോ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ ഗവർണർക്ക് നിർദ്ദേശം കൊടുക്കണമെന്നാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രോട്ടോകോൾ ലംഘിക്കും. ഇപ്പോൾ എല്ലാവർക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പ്രൊട്ടക്റ്റീവ്സ് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും അറിയാം എപ്പോ ഇറങ്ങണം എന്നൊക്കെ. സെക്യൂരിറ്റിക്കാർ പറയാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം അദ്ദേഹം ലംഘിക്കുന്നു, ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്റെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പൊ യൂണിവേഴ്സിറ്റി, ഇപ്പോ UGC പറഞ്ഞു 5 അംഗ കമ്മിറ്റി ആയിരിക്കണം വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്. അത് നിൽക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ 3 അംഗ കമ്മിറ്റി ഉണ്ടാക്കും? UGC റെഗുലേഷനാണ് പ്രിവെയിൽ. നേരത്തെ കല്യാണി മധീവർ കേസിനകത്ത് ആണ് പറഞ്ഞത് സംസ്ഥാന നിയമമാണ് നിൽക്കുക എന്നുള്ളത്. പിന്നെ അത് മാറി UGC ആയി. UGC 5 അംഗ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ചാൻസലർ 3 അംഗം ഉണ്ടാക്കാൻ പറ്റില്ല. 5 അംഗ കമ്മിറ്റി വന്നപ്പോൾ ഒരാൾ UGC ആണെന്ന് അത്ര കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ UGC റെഗുലേഷൻ അനുസരിച്ചുകൊണ്ട് സംസ്ഥാന നിയമങ്ങൾ ഭേദഗതി ചെയ്യണം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേസിൽ. ഞങ്ങൾ സുപ്രീം കോടതി ഇത് അനുസരിച്ചു. കാരണം നമുക്ക് എതിരെ വന്ന വിധിയാണെങ്കിൽ സുപ്രീം കോടതി നമ്മൾ അംഗീകരിച്ചു. നമ്മളുടെ ബില്ല് കൊണ്ടുവന്നു 5 അംഗ കമ്മിറ്റി. ഈ 5 അംഗ കമ്മിറ്റിയെ വെച്ച് അതിൽ ചാൻസലറിന് പ്രതിനിധിയുണ്ട്. അന്ന് ഇതാൻ പിന്നെ ചാൻസലർ, UGC പ്രതിനിധിയുണ്ട്. ആ 5 അംഗ കമ്മിറ്റിയാണ്. ഇത് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ഭാഗം, കമ്മിറ്റി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും പേര് നിർദ്ദേശിക്കാൻ അവകാശം വേണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു കമ്മിറ്റി എന്നുള്ളതിന്റെ നിർവചനം. അപ്പൊ ഞാൻ അമേരിക്കൻ ടേംസ് എടുത്ത് കാണിച്ചു, ടേംസിന്റെ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. അമേരിക്കൻ സുപ്രീം കോടതി വിധികൾ, വാട്ട് ഈസ് കമ്മിറ്റി, കമ്മിറ്റി അങ്ങനെ ഫംഗ്ഷൻ ചെയ്യും, കളക്ടീവ് ഫംഗ്ഷൻ ഡിസിഷൻ ബേസിസ് ഓൺ ദ മെജോറിറ്റി, ഇതെല്ലാം എടുത്ത് കാണിച്ചു. അപ്പൊ അത് പറ്റില്ല, ഓരോരുത്തർക്കും തരണം. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് UGC പറയുക. UGC ഒരു പേര് ചാൻസലർക്ക് അയക്കണം, മറ്റൊരാൾ അയക്കണം, ഡിസ്കഷന്റെ ആവശ്യമില്ല. അത് പൂർണ്ണമായിട്ട് UGCക്ക് വിരുദ്ധമായൊരു സമീപനത്തിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭരണഘടനാപരവും വിരുദ്ധം, നിയമവിരുദ്ധമായ രൂപത്തിൽ ഒരു ആൾ പ്രവർത്തിച്ചുകൊണ്ട് അത് ഇവര് ഒപ്പം നിൽക്കണ്ടേ?
യഥാർത്ഥ UDF ഇപ്പൊ അവരവിടെ നിൽക്കുന്നു. ആ സെനറ്റിൽ അവരുകൂടി ഗവർണർ നോമിനേറ്റ് ചെയ്തവരെ നിർബന്ധമായി പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന നിലപാടിലേക്ക് UDF എത്തി. ഗവർണറെ കേവലം പിന്തുണയ്ക്കുക, നിശബ്ദമായിരിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ കൂടി പങ്കെടുക്കേണ്ടതാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്തവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായി മാറി. എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആ ബന്ധം വളരെ പ്രകടമായി. അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു BJP ബി ടീം എന്നതിൽ നിന്ന് മാറി BJPയിലേക്ക് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ചില പാർട്ടികൾ കണ്ടിപ്പോ പെട്ടെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ അപ്പുറത്തേക്ക് പോയത്. ഇതൊരു പാർട്ടി തന്നെ BJP ആയി എന്നതാണോ ആരോപണം? അല്ല, ആ രൂപത്തിലാണ് ഒരു പ്രവർത്തനം. കോൺഗ്രസിന്റെ ഒരു ഘടനയിൽ അത് അത്ര എളുപ്പമാവില്ല. പക്ഷെ നേതൃത്വം അതിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഞാൻ വിചാരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു എതിർപ്പ് വരും. ഇപ്പൊ കോൺഗ്രസ് BJP ബി ടീമായിട്ടല്ല BJP ആയി തന്നെ മാറാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം പ്രവർത്തിക്കുന്നത് എന്നതാണ് ആരോപണം. ഈ പ്രശ്നത്തിൽ BJPയേക്കാൾ തീവ്രമായിട്ടല്ലേ ഇവരെ പങ്കെടുപ്പിക്കണം ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സമൂഹം എന്താ പ്രതീക്ഷിച്ചിരുന്നത്? കോൺഗ്രസിന്റെ നില അനുസരിച്ചാണെങ്കിലും ഈ ഗവർണർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണറുടെ ഓഫീസിൽ നിയമിച്ചിട്ടുള്ള BJPയുടെ വക്താവ് നൽകിയ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ആ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ തുടരാൻ അനുവദിക്കുന്നത് മാത്രമല്ല, ആ ലിസ്റ്റിൽ മൊത്തം ആളുകൾ പങ്കെടുത്തുകൊണ്ട് അത് മീറ്റിംഗ് കൂടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അതേ ചാൻസലർ തന്നെ അവർ സമീപിക്കും. ശരി, ഒരു കാര്യം കൂടി, നമ്മളിപ്പോ പ്രതിഷേധത്തിന്റെ പല കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതൊക്കെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രതിച്ഛായ മോശമാക്കില്ലേ? ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങേക്കറിയാലോ, അങ്ങേറെക്കാലം മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളാണ്. പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് പോയി അത് റിപ്പോർട്ട് ചെയ്യുക, അതിനു മുമ്പ് അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും അവരവിടെ എത്തുന്നത്. അത്തരം പിന്നെ വാട്സപ്പ് ചാറ്റുകൾ തുറന്നു പോവുക, എന്തായാലും ആ മാധ്യമപ്രവർത്തക ആസൂത്രണം ചെയ്തതാകാൻ ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു മാധ്യമപ്രവർത്തകർക്കെതിരെ. നമുക്കത് ഇപ്പൊ പറയാൻ പറ്റില്ല. നമ്മൾ വസ്തുതകൾ പരിശോധിച്ച് സാധാരണഗതിയിൽ വാർത്ത നൽകുന്നു അല്ലെങ്കിൽ ഒരു സ്രോതസ്സിന് കിട്ടി എന്നതിന്റെ പേരിലൊന്നും സാധാരണ കേസ് എടുക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ കേസ് എടുക്കുന്നതിന് സാഹചര്യം എന്ത്? ഇപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ നോക്കിയേ, പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം എന്തായിരുന്നു? മുഖ്യമന്ത്രി പറഞ്ഞ ജീവൻ രക്ഷാപ്രവർത്തനം, അദ്ദേഹത്തിന് കീഴിലുള്ള പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല കേസ് വകുപ്പ് ചാർജ് ചെയ്യുന്നതെന്ന് വ്യക്തമായല്ലോ. ഇപ്പൊ ഗവർണറുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണല്ലോ 214 ചാർജ് ചെയ്ത്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അത് ശരിയാണോ ഇല്ലെന്ന് വേറെ കാര്യം. കാരണം ലോഫുൾ ആയിട്ട് ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട കാര്യത്തിന് ബോധപൂർവ്വം തടസ്സമുണ്ടാക്കുമ്പോൾ മാത്രമാണ് അത് വകുപ്പ് ചാർജ് ചെയ്യാൻ പാടില്ല. IPCയിൽ ഇന്ത്യയിൽ ഒരിടത്തും ഇത് ചാർജ് ചെയ്തിട്ടില്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഒരു ഗവർണർക്കെതിരെ ചാർജ് ചെയ്ത് ഗവർണർ അത് ഒപ്പിട്ടില്ല, ആ ദൗത്യം നിർവഹിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയാണ്, അല്ലാണ്ട് ഇതുവരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതെല്ലാം പോലീസ് എടുക്കുന്നതാണ്. ഇത് കേവലം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സർക്കാരിന്റെ അറിവോടുകൂടി, മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഉദാഹരണങ്ങൾ വ്യക്തമാണല്ലോ. ഇന്ന വകുപ്പിൽ ഇന്ന ചാർത്തുക അല്ലെങ്കിൽ ചുമത്തുക, ഇന്നാളെ പ്രതിയാക്കി, ഇതൊന്നും ഗവൺമെന്റ് മന്ത്രിമാരോ ആഭ്യന്തര വകുപ്പോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് പോലീസ് അന്വേഷിക്കുന്നു. അവരുടെ മുൻപിൽ നിഷേധിക്കാനാവാത്ത തെളിവുകളുണ്ടോ? അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഉണ്ടെങ്കിൽ അവർക്ക് ഇന്നാൾക്കെതിരെ ചാർജ് ചെയ്യരുതെന്നും ഇന്നാൾക്ക് ചാർജ് ചെയ്യണമെന്നും ഗവൺമെന്റ് പറയില്ല, മന്ത്രിസഭ പറയില്ല. ഇന്നാൾക്കെതിരെ ചാർജ് ചെയ്യരുത്. പ്രതിഷേധങ്ങൾ കവർ ചെയ്യുന്നത് കൊണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കും. നിങ്ങൾ എത്രയോ പ്രതിഷേധം കവർ ചെയ്തു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? അപ്പോ എന്താണെന്നുള്ളത് നമുക്കിപ്പോ അതിന്റെ FIR-ഉം മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ഇത് ശരിയാണോ എന്നുള്ളത്. നമ്മൾ ഇന്നിപ്പോ നവകേരള സദസ്സ് പൂർണ്ണമാവുകയാണ്. ഗൗരവമേറിയ ഒട്ടേറെ വിഷയങ്ങൾ സംസാരിച്ചു. നവകേരള സദസ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഗൗരവമേറിയ വിഷയങ്ങളാണ്. നമ്മൾ നിൽക്കുന്നത് മാനവീയം വീഥിയിലാണ്. നാളെ മുതൽ ഇരിക്കുന്നു ഞായറാഴ്ച ഈ മാനവീയം വീഥി പൂർണ്ണമായിട്ടും പരിപാടികൾക്ക് തുറന്നു കൊടുക്കും. ഗതാഗതം അടക്കം ഒഴിവാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാത്രി 11:30 വരെ എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ റിപ്പോർട്ടർ പറയായിരുന്നു, ഞങ്ങൾ സ്ത്രീകൾക്ക് 11:30 വരെയാണോ രാത്രി മാനവീയം, ഞങ്ങൾക്ക് സ്വതന്ത്രമായി വന്നിരിക്കാൻ. അല്ല, തിരുവനന്തപുരത്താണ്, ഇവിടെ മാനവീയം. കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും. അതിലൊരു കാര്യം, നമ്മൾ പൊതു ഇടങ്ങൾ കേരളത്തിൽ വളരെയധികം വരണം. ഞങ്ങളുടെ പ്രഭാത സദസ്സിൽ വന്നൊരു പ്രശ്നം, ഇപ്പൊ കേരളത്തിൽ നോക്കിയാൽ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കൂടിച്ചേരാൻ ഇടമുണ്ട്. എല്ലാ സാമുദായിക സംഘടനകൾക്കും അവരുടേതായ ഇടങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഓഫീസുകളുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ഒന്നിച്ചു വന്നു ചേരാനുള്ള ഇടങ്ങൾ അത് ഒരു കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു. ഇപ്പൊ അത് ചുരുങ്ങി. അത് ചുരുങ്ങുന്നു പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ മതങ്ങളിലേക്കും അവരവരുടെ രാഷ്ട്രീയത്തിലേക്കും അവരവരുടെ സമുദായത്തിലേക്കും ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അതിനെ പൊതു ഇടമാക്കി വികസിപ്പിച്ചെടുക്കേണ്ട നാടിന്റെ ആവശ്യമാണ്. അത് നവകേരള തിരുവനന്തപുരത്ത് തുടങ്ങി, നമുക്ക് കൊച്ചിയിൽ ഒരു മാനവീയം, കൊച്ചിയിലാണ് ഇപ്പൊ തന്നെ നമുക്ക് നഗരത്തിൽ നോക്കിയാൽ മറൈൻ ഡ്രൈവ്. അല്ല, നമുക്ക് ഈ മാനവീയം പോലെ പൂർണ്ണമായിട്ടും വളരെ സ്വതന്ത്രമായി കംപ്ലീറ്റ് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെ അത്തരം നിശാജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് വന്നിരിക്കാനും പുലരും വരെ സംസാരിക്കാനും കലാപരിപാടി. ഇടയ്ക്ക് മറൈൻ ഡ്രൈവിൽ നിയന്ത്രണം നമ്മൾ മാറ്റിയല്ലോ. ഇപ്പൊ എറണാകുളത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നഗരം കയറി കഴിഞ്ഞാൽ
ചിൽഡ്രൻസ് പാർക്ക്, അത് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ്, രാജേന്ദ്ര മൈതാനം, പിന്നെ ദർബാർ ഹാള്, ആർട്ട് ഗാലറി, ടി കെ രാമകൃഷ്ണൻ ഗാലറി, ഇങ്ങനെയുള്ള വലിയൊരു പൊതു ഇടം അവിടെ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ രാത്രിയും പകലും വ്യത്യാസമില്ല. ഫ്ലെക്സി അവേഴ്സ്, ഫ്ലെക്സി പ്ലേസ് വിപുലാണ്. അപ്പൊ പുതിയ തലമുറ അവരുടേതായ കാലത്തിലായിരിക്കും ജീവിക്കുക. നമ്മൾ നമ്മുടെ കാലത്ത് നിന്നായിട്ടായിരിക്കും അവർ നോക്കുന്നത്. അവരുടെ കാലത്തും അവരുടെ കാഴ്ചപ്പാടിലാണ് ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ കാലത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞു, ഇന്നിപ്പോ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം തലസ്ഥാന നഗരിയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘർഷ സാധ്യത തലസ്ഥാന നഗരിയിൽ പ്രതീക്ഷിക്കുന്നു. ഇതിൽ നമ്മൾ കാണേണ്ട ഭാഗം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്ത ജനപങ്കാളിത്തം പ്രതിപക്ഷത്തെ വല്ലാതെ പരിഭ്രാന്തരാക്കുകയോ അല്ലെങ്കിൽ അവരുടെ നിലതെറ്റിക്കുകയോ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവരുടെ പാർട്ടി, മുന്നണി, ഇതൊന്നും അതിനകത്ത് വന്നിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പറയാമോ, ഞങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കടലാസിന്റെ കഷ്ണം മാറ്റാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അപ്പൊ എന്ത് മാറ്റി, അപ്പൊ കയ്യിൽ എന്ത് പിടിക്കണം തീരുമാനിക്കുന്ന ആരാണെന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു. ഇരുമ്പ് പൊടികൾ, മുളക് പൊടി, ഇരുമ്പ് ഗോലി നമ്മൾ പറയുമ്പോൾ പണ്ട് ഗോലി കളിക്കുന്ന ചില്ലിന്റെ എന്ന് വിചാരിക്കുക, അല്ല, ഇരുമ്പിന്റെ ഗോലികളാണ്. അപ്പൊ അങ്ങനെയാണോ ഒരു സമരം നടത്തേണ്ടത്? ചിലപ്പോൾ സമരത്തിൽ പ്രക്ഷോഭം, തള്ളിക്കയറ്റം, ബഹളങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രശ്നത്തെ യഥാർത്ഥത്തിൽ അവര് കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ കേന്ദ്രത്തിലെ സമീപനവുമായി ബന്ധപ്പെടുത്തണം. ഇപ്പം അവിടെ ഏകപക്ഷീയമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നു. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും പരസ്പരം കൈകൂടത്ത് ഇന്ത്യ മുന്നണിയുടെ ആലോചനയിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ കൈകോർക്കുന്നു, ഇവിടെ കൊമ്പ് കോർക്കുന്നു. അല്ല, അവിടെയും ഇവിടെയും ഞങ്ങളുടെ നിലപാടൊന്നാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ നവകേരള സദസ്സിൽ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ ഇന്ത്യ മുന്നണി ഉയർത്തുന്ന മുദ്രാവാക്യവുമായിട്ട് ചേർന്നല്ലേ നിൽക്കുന്നത് കേന്ദ്ര പ്രശ്നങ്ങൾ. അതിൽ അവിടെ അവർ നോക്കൂ, അവര് എല്ലാവരും പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഗൗരവമേറിയ ബില്ലുകൾ പാസ്സാക്കുന്നു. ഇവിടെ തിരിച്ചോ, സംസ്ഥാന നിയമസഭ ജനാധിപത്യപരമായി പാസ്സാക്കുന്ന ബില്ലുകൾ അത് ഗവർണർ ഉപയോഗിച്ചിട്ട് അത് തടഞ്ഞു വയ്ക്കുന്നു. ഇതിൽ ഡിങ്കഡാണ്. ഈ പാരസ്പര്യം മനസ്സിലാക്കി രാഷ്ട്രീയത്തെ വികസിപ്പിക്കലാണ് ഒരു ഉത്തരവാദിത്വമുള്ള ഏതൊരാളും ചെയ്യേണ്ടത്. അത് അവരുടെ കൂടി ആവശ്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ദേശീയ തലത്തിലെ നിലപാടിനെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കി കേരളത്തിലെ ഈ നിലപാടുകൾ ആ നിലപാടിനെ ശക്തിപ്പെടുത്താൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം. അതാണ് ഇവർ വല്ലാതെ അവരിലേക്ക് ചുരുങ്ങുന്നു, അവരുടെ അധികാര താല്പര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്നു. അങ്ങനെ ചുരുങ്ങും തോറും യഥാർത്ഥത്തിൽ അവർ കൂടുതൽ ജനങ്ങളിൽ ഒറ്റപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് UDFന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളാണ്, ഏറ്റവും കുറഞ്ഞ വോട്ടാണ്. ഞങ്ങൾ തുടർച്ചയിലേക്ക് വന്നിരിക്കുന്നു. ആ തുടർച്ച ഇങ്ങനെ പോകുന്നതിൽ അവർക്ക് തടസ്സമുണ്ടെങ്കിൽ ശരിയായ ബദൽ അവർ കണ്ടെത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുന്ന ബദൽ അവർ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് യാത്രയുടെ മൊത്തം എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. യാത്ര വലിയൊരു പഠന പ്രക്രിയ ആയിരുന്നു. വലിയൊരു പഠന പ്രക്രിയ. 140 മണ്ഡലങ്ങൾ, ഇപ്പോൾ 4 കൂടി അല്ലേ ബാക്കിയുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്നു, ജനങ്ങളെ കേൾക്കുന്നു. എന്തായാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിലപ്പോൾ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ്. ഈ ചർച്ചകൾ രാവിലത്തെ വളരെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ലോറൻസ് എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളി മുഴുപ്പിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്, ഇവിടെ തന്നെ തിരുവനന്തപുരത്ത്. അതേപോലെ ഒരു ആദിവാസി ഊര് മുപ്പത്തി എല്ലാം കഴിഞ്ഞ സാധാരണ മുഖ്യമന്ത്രി കൃത്യസമയം നോക്കിയിട്ടാണല്ലോ. ഒരു 10:10 മുതൽ 10:30 വരെ, അല്ലെങ്കിൽ 10:15 മുതൽ 10:30 വരെ മുഖ്യമന്ത്രി കൃത്യമായിരിക്കും. 10:30 നിർത്തും. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ രീതി ഞങ്ങളുടെ 3 മണിക്ക് വെച്ച യോഗ ആണെങ്കിൽ 5 മണിക്ക് തീരും. മുഖ്യമന്ത്രിയുടെ പ്രസംഗം 5 മണിക്ക് തന്നെ കൃത്യം തീരും. അപ്പൊ അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്കുള്ള സമയം കഴിഞ്ഞപ്പോ എനിക്ക് കൂടി പറയാനുണ്ട് തോന്നുന്നു, ഒരു 30 എഴുന്നേറ്റു. അപ്പൊ എല്ലാവരും വിചാരിച്ചു എന്താ ഒരു പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതി. അവസാന മുഖ്യമന്ത്രിയല്ല, ഒരു സ്ത്രീ എല്ലാവർക്കും കൊടുക്കുമെന്നു. പക്ഷെ അവർ എഴുന്നേറ്റെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഈ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഇത്രയും ആളുകൾക്ക് ഫോറസ്റ്റ് ജോലി കിട്ടിയാൽ അഭിനന്ദിക്കാനാണ്. ഇത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ, പൈലറ്റായ പെൺകുട്ടിയുടെ അനുഭവങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും. പിന്നെ നമ്മുടെ അപൂർവ രോഗം ബാധിച്ചവർ ഈ ഗവൺമെന്റ് ഒന്നിനേഷം മരുന്ന് നൽകിയിട്ടുള്ള, അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും. പിന്നെ ഞങ്ങൾക്ക് അപ്പൊ തൊഴിൽ മിഷൻ വേണം. ഇങ്ങനെ പല പ്രശ്നങ്ങളിലും ഞങ്ങൾക്കൊരു പഠന പ്രക്രിയയായിരുന്നു. പിന്നെ നല്ലൊരു കെട്ടുറപ്പ് ഏത് സമയത്തും. ഇപ്പോൾ ഗൗരവമായ തീരുമാനങ്ങൾ മന്ത്രിസഭയ്ക്ക് എടുക്കാൻ പറ്റിയത് ഈ ഘട്ടത്തിലാണ്. ഒന്ന് ഇൻഡസ്ട്രിയുടെ മെഡിക്കൽ കോളേജുകൾക്ക് സാധാരണ ഇത്രയും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്രയും പോസ്റ്റുകൾ അനുവദിക്കപ്പെട്ടു. ധനകാര്യ വകുപ്പ് വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോഴും അനുവദിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഹെലികോപ്റ്ററിൽ നമുക്ക് ഹൃദയം കൊണ്ടുവരാൻ 2 മിനിറ്റിന്റെ സമയമേ വേണ്ടി വന്നുള്ളൂ. ഇങ്ങനെ നന്നായി തന്നെ ഒരു ടീമായി കുറെ കൂടെ ഉറപ്പോടുകൂടി പോകാൻ മന്ത്രിസഭയ്ക്ക് സഹായകരമായിരുന്നു. അപ്പൊ നല്ല ഒരു അനുഭവമായിട്ടാണ് നവകേരളം ആവർത്തിക്കും അടുത്ത വർഷവും. അല്ല, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 14 ജില്ലകളിലെങ്കിലും അല്ല, കുറെ കൂടി ഓരോ ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി വികസിതമായ സർഗാത്മക തുടർച്ചകൾ
അതാണ് ഇതിന്റെ ഒരു ഭാഗം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിനിസ്റ്റർ പി രാജീവ്. ഡെഫിനറ്റ്ലി ആസ് എ ഒരു വാർത്താ സംഘം എന്ന നിലയിൽ നിങ്ങൾ എല്ലാ മിനിസ്റ്റേഴ്സിനെയും ഞങ്ങൾക്ക് മിസ് ചെയ്യും. കാരണം പ്രഭാതങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ബ്രീഫ് ചെയ്യുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്നത്, ഒരുമിച്ച് ചായ കുടിക്കുന്നത്, കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങൾക്കൊപ്പം ഈ മന്ത്രിസഭയുണ്ട്, വാർത്താ സംഘത്തോടൊപ്പം എല്ലാ ചാനലുകൾക്കൊപ്പവും മന്ത്രിമാരുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമം എന്നുള്ള സങ്കല്പം ഇപ്പൊ ഇന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അറിയാലോ, ഇപ്പൊ പ്രബീർ പുർക്കായസ് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനാധിപത്യത്തിന്റെ 4ാം തൂൺ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്ന ഇടം തന്നെ കേരളമാണ്. അതിന് ആ അവസരത്തെ ശരിയായി വിനിയോഗിക്കാൻ മാധ്യമങ്ങൾക്കും നവകേരള സദസ്സിൽ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് വിനിയോഗിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാകാം, ഞങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉണ്ടാകാം, നിങ്ങളുടെ നിലപാടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് സ്വാഭാവികമായിട്ടും വേണമല്ലോ. അത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾക്ക് പറയാൻ അവസരം നൽകുന്നുണ്ട്. അത് തുടരാൻ നിങ്ങളും ശ്രമിക്കുക. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്.